സഞ്ജു സാംസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സഞ്ജുവിന്റെ പ്രകടനമായിരുന്നു ഇന്നത്തെ കളിയിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യ ഒട്ടാകെ IPL കാണുന്ന എല്ലാവരും ചെന്നൈയുടെ വിജയവും ഡൽഹിയുടെ വിജയവും മാത്രമല്ല, ചെന്നൈ വിജയിക്കണം എന്ന് ആഗ്രഹിച്ചാലും സഞ്ജുവിന്റെ പ്രകടനം, സഞ്ജു നല്ലൊരു സ്കോർ കണ്ടെത്തണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അതേപോലെ ഞാൻ ടെൻഷൻ അടിച്ചാണ് സത്യം പറഞ്ഞാൽ കളി കാണാനിരുന്നത്. ആദ്യത്തെ 2-3 കളിയിലും മോശം പ്രകടനം, 2 അക്കം കാണാൻ സഞ്ജു പുറത്തായതിന്റെ നിരാശയോടെയാണ്. ഇന്നത്തെ കളിയിലും അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ചിരുന്ന കളി തുടക്കം മുതലേ ആ ഒരു സ്റ്റഡിയിലാണ് സഞ്ജു പോയത്. 50 റൺസ് വരെ സഞ്ജുവിന് ഒരു മിസ് ഷോട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നല്ല കിഡിലൻ ഷോട്ടുകളായിരുന്നു. 50 റൺസിന് ശേഷം അദ്ദേഹത്തിന് ഒരു ലൈഫ് കിട്ടി. അത് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അക്സർ പട്ടേൽ ബോൾ എടുത്തിട്ട് ഇങ്ങനെ നിലത്ത് എറിഞ്ഞു കളയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബോളിലായിരുന്നു ക്യാച്ച് മിസ്സാക്കിയത്. അക്സറിന് അറിയായിരുന്നു ഇനി സഞ്ജുവിനെ പിടിച്ചേ കിട്ടില്ലെന്ന്. സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടാണ് അതിനുശേഷം അവർക്ക് മറുപടി കൊടുത്തത്. 56 ബോളിൽ 115 റൺസാണ് സ്കോർ ചെയ്തത്. 15 4. ഇന്നത്തെ കളിയിലെ പ്രത്യേകത 6-ലല്ല സഞ്ജു കൂടുതൽ നോക്കിയത്, 4-ലാണ്. 15 4-ഉം 4 പടുകൂറ്റൻ 6-ഉമാണ് സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇന്നത്തെ കളിയിൽ ശരിക്കും പറഞ്ഞാൽ ലോകകപ്പിൽ സഞ്ജുവിന് സാധിക്കാതെ പോയതാണ് ചെന്നൈക്ക് വേണ്ടി IPL സഞ്ജു തീർത്തിരിക്കുന്നതെന്ന് പറയാം. ഇനി അങ്ങോട്ടുള്ള കളികളെല്ലാം സഞ്ജു ആ പ്രകടനം നിലനിർത്തും. കിഡിലൻ പ്രകടനത്തോടെ നമ്മുടെ ചെന്നൈനെ വിജയത്തിലോട്ട് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പം ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 212 റൺസാണ് സ്കോർ ചെയ്ത്. ആയുഷ് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഔട്ടല്ല, ഋതുരാജ് ഗെയ്ക്വാദ് 15 റൺസ് എടുത്ത് ഔട്ടായത്. ആയുഷ് മാർത്തെ റിട്ടയർഡ് ഔട്ടാണ്. അദ്ദേഹം 36 ബോളിൽ 59 റൺസ് എടുത്തു. 10 ബോളിൽ 20 റൺസാണ് നമ്മുടെ ശിവൻ ദുബെ എടുത്തത്. അങ്ങനെയാണ് 20 ഓവറിൽ 212 റൺസ് നമ്മുടെ ചെന്നൈ അടിച്ചുകൂട്ടിയത്. ശരിക്കും പറഞ്ഞാൽ 230 റൺസ് എത്തേണ്ടതാണ്. എന്നാലും സാരല്ല, മികച്ച സ്കോറാണ്. നല്ല പ്രകടനത്തോടെ ടീം ജയിക്കട്ടെ. സഞ്ജു ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് സഞ്ജു. ഇനിയും നല്ല പ്രകടനം സഞ്ജുവിനെ നടത്താൻ കഴിയട്ടെ, വിജയിപ്പിക്കാനും ടീമിനെ കഴിയട്ടെ. മറ്റൊരു വീഡിയോ ഇട്ടുതരാം. ബൈ.